ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുന്നു. 6-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ വീണ്ടും ഫറവോൻ്റെ അടുക്കൽ ചെന്ന കാര്യങ്ങൾ സംസാരിക്കണം. അത് കേട്ട അഹറോനും മോശയോടും കൂടി അവർ ഫറവോൻ്റെ സന്നിധിയിലേക്ക് ഇനി പോകുന്ന കാര്യമാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, മോശ അതിനു മുമ്പ് 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, എൻ്റെ സ്വന്തം ജനം പോലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നില്ല, പിന്നെ ഫറവോ എൻ്റെ വാക്കുകളെ കേൾക്കുമോ? ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറയുന്നു, അഹറോൻ നിനക്ക് വായായിരിക്കും, നീ അവനൊരു ദൈവം പോലെയായിരിക്കും. അഹറോൻ നിന്നോട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കും. അപ്രകാരം ദൈവം കൽപ്പിച്ച പ്രകാരം അഹറോനും മോശയും കൂടി ഫറവോ രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അഹറോന് 83 വയസ്സും മോശയ്ക്ക് 80 വയസ്സും പ്രായമായിരുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു വാർദ്ധക്യ കാലഘട്ടമാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ മനുഷ്യൻ്റെ പ്രായമോ അവൻ്റെ പരിമിതിയോ ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്കറിയാം, ഇനിയൊരു 40 വർഷമാണ് വാസ്തവത്തിൽ മോശയുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. ആദ്യത്തെ 40 വർഷം ഫറവോ രാജാവിൻ്റെ മകനെ പോലെ കൊട്ടാരത്തിൽ പാർക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് 40 വർഷം അമ്മായിപ്പനായി ത്രോവിൻ്റെ ആടുകളെ മേയിച്ച് അവനോടൊപ്പം പാർത്തു. അവിടുന്ന് ദൈവം വിളിച്ചു 80-ാമത്തെ വയസ്സിൽ. പ്രായം ദൈവത്തിന് ഒരു പരിമിതിയല്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ ഏത് പ്രായത്തിലും ദൈവത്തിന് നമ്മെ വിളിക്കുവാനും നമ്മിലൂടെ പ്രവർത്തിക്കുവാനും സാധിക്കും. അങ്ങനെ അവർ അവിടുത്തെ ചെന്ന ഫറവോ രാജാവിൻ്റെ അടുത്ത് ചെന്ന അഹറോൻ മോശയോട് ചേർന്ന് നിന്ന് സംസാരിച്ചു. ജനത്തെ ആരാധിക്കാൻ വിടണം, പക്ഷേ ഫറവോൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ യഹോവ പറഞ്ഞ പ്രകാരം അവരവിടെ ഒരു അടയാളം കാണിക്കുകയാണ്. മോശയുടെ കയ്യിലിരുന്ന വടി നിലത്തിടുകയും അത് സർപ്പമായി തീരുകയും ചെയ്തു. പെട്ടെന്ന് രാജാവ് അവിടെയുള്ള മന്ത്രവാദികളെയും ജ്ഞാനികളെയും ഒക്കെ വിളിച്ച് ഈ കാര്യം കാണിച്ചപ്പോൾ അവരവരുടെ വടിയും ഇത് നിലത്തിടുകയും അത് സർപ്പമായി തീരുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷെ മോശ ഇട്ട വടിയാകുന്ന സർപ്പം അവരുടെ സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദുരാത്മാക്കൾക്കും അശുദ്ധാത്മാക്കൾക്കും ഒരുപക്ഷെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം, അവരെ സേവിക്കാമെന്നവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ ആ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും കൂടി തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്ക് കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, അശുദ്ധാത്മാവിൻ്റെ ശക്തി മൂലം പല അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് എന്തിനു ദൈവം ചെയ്തെന്ന് വെച്ചാൽ നമ്മെ ദൈവം പരീക്ഷിക്കാനാണെന്നാണ് ഇവിടെ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ ദൈവമായ കർത്താവിനെ ആ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകാതെ സത്യദൈവത്തെ ആരാധിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുക. ഇവിടെയും അതാണ് സംഭവിച്ചത്.
അല്ലെങ്കിൽ മോശയും അഹ്റോനും കൂടി ചെയ്ത അത്ഭുത പ്രവർത്തികൾ അവിടെയുള്ള മന്ത്രവാദികൾക്കും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഫറവോൻ അവൻ്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കി, ഇത് അവരുടേത് മാത്രമല്ല, അവരുടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇനി ജലത്തെ രക്തമായി മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, അഹ്റോൻ നദീതീരത്ത് വരുമ്പോൾ നീ അവിടെ വെയിറ്റ് ചെയ്യണം, കാത്തിരുന്നിട്ട് അവനോട് പറയണം, ഈ നദിയിലെ വെള്ളം മുഴുവൻ രക്തമായി മാറും. ജനത്തെ ആരാധിക്കാൻ നീ അവരെ ഇവിടെ നിന്ന് നീ പറഞ്ഞയക്കുവാൻ നീ അനുവദിക്കണം. പക്ഷേ ഫറവോൻ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. നദീതീരത്ത് വരാൻ കാരണം ഒരുപക്ഷെ കുളിക്കാൻ വരിക, അല്ലെങ്കിൽ ഒരുപക്ഷെ ആരാധനയ്ക്ക് വരുന്നതാവാം. ജലവും സൂര്യനും ചന്ദ്രനും ഒക്കെ വിജാതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആരാധനയുടെ ഭാഗമാണല്ലോ. അതിനുവേണ്ടി അദ്ദേഹം ഒരുപക്ഷെ ആരാധനാ സംബന്ധമായ ഏതെങ്കിലും കാരണങ്ങളാൽ നദീതീരത്ത് വരുന്നതാവാം. പക്ഷേ ഫറവോൻ അത് കേൾക്കുന്നില്ല. മോശയുടെ അഹ്റോൻ്റെ വാക്കുകളെ അവിടെ കേൾക്കുന്നില്ല. അപ്പോൾ മോശ യഹോവയുടെ വടി ആ വെള്ളത്തിനുമേൽ ഇത് നീട്ടുകയും ജലാശയങ്ങളിലെ വെള്ളമെല്ലാം രക്തമായി മാറുകയും അത് മുഖാന്തരം നദിയിലുള്ള മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങുകയും ദുർഗന്ധം ആ ദേശത്തെ വ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ ഫറവോനോട് പറഞ്ഞതാണെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അദ്ദേഹം വീണ്ടും തൻ്റെ മന്ത്രവാദികളെ വിളിച്ചു വരുത്തുകയും അവർ മുഖാന്തരം വീണ്ടും അവരും വെള്ളത്തെ രക്തമാക്കി മാറ്റുകയും ചെയ്തു. ഫറവോൻ വീണ്ടും കൂടുതൽ കഠിനഹൃദയനായി മാറുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നദിയിലെ ജനം വെള്ളം കുടിക്കാൻ സാധിക്കാതെ നദീതീരത്ത് അവർ മറ്റ് കുഴികൾ കുഴിച്ച്, ഓലികൾ കുഴിക്കുക എന്ന് പറയും, അപ്രകാരം കുഴിച്ച് വെള്ളമെടുക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വരികയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ കാണണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ദൈവപുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ അശുദ്ധാത്മാക്കൾക്ക് ഒരു പരിധി വരെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മോശയുടെ സർപ്പം മറ്റ് സർപ്പങ്ങളെ വിഴുങ്ങിയതുപോലെ ഏറെ സമയം അതിന് നീണ്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല. ഇവരെല്ലാം ദൈവം ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് ഇവിടെ വീണ്ടും വീണ്ടും ഫറവോൻ്റെ ഹൃദയം അവിടെ കഠിനമാക്കുകയാണ്. കാരണം അവൻ ചെയ്ത തെറ്റിന് ഫറവോൻ്റെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികളും 400 വർഷം ആ ജനത്തെ പീഡിപ്പിച്ചതിൻ്റെ ആ ശിക്ഷ അവർ അനുഭവിക്കേണ്ടിയിരിക്കുകയാണ്. അതിനാണ് ഇത് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളിലും ഇതുപോലെ ഓരോ അത്ഭുതങ്ങളെ മോശ മുഖാന്തരം അവിടെ ഇത് മിസ്രൈമിൽ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ കയ്യെ ഇത് നടത്തിപ്പിനെ മനസ്സിലാക്കുവാനും വേദഭാഗം നമ്മെ സഹായിക്കണം. ഇത് മോശ തൻ്റെ കുറവുകൾ പറഞ്ഞപ്പോൾ അഹ്റോനെ കൂടെ വിട്ടതല്ലാതെ ദൈവം അവൻ്റെ കുറവുകളെ, ശാരീരികമായ ബലഹീനതകളെ എവിടെയും മാറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഏത് ബലഹീനതയിലും നമ്മെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വലിയ സാമീപ്യം നമ്മളോടൊപ്പം ഉണ്ട്. പ്രാർത്ഥനയാലും വേദപുസ്തകത്തിൻ്റെ വായനയാലും ആരാധനയാലും ആ സാമീപ്യം അനുഭവിപ്പാൻ നമുക്കിടയാവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കും.